സർ, നമ്മൾക്കറിയാം എന്തൊരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ധീരമായിട്ടുള്ള കാര്യങ്ങൾ പച്ചയായ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ സംഘ BJP RSS തീവ്ര ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്തിക്കൊണ്ട് അതിനെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റിവെക്കുക അതല്ലെങ്കിൽ ചവിട്ടി ഇറക്കുക എന്നുള്ളത് അത് ഈ വീഡിയോക്ക് ഈ ലൈവിന് താഴെയും കാണുന്ന കമന്റുകളിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള 1954 മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നൊന്നും സംഘ BJPയോ അതല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങൾ പേറുന്ന ഒരു ഭരണാധികാരിയും അല്ല ഭാരതം ഭരിച്ചിട്ടുള്ളത്. അന്ന് കൊടുത്ത ആ റിപ്പോർട്ട് പ്രകാരം തന്നെ എനിക്ക് തോന്നുന്നു 10-70 കൊല്ലം മുൻപേ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഇന്നും നടപ്പിലാക്കാത്തതിൽ ഏറ്റവും കൂടുതൽ പഴി പറയേണ്ടത് ഇടതും വലതും മാറി മാറി ഭരിച്ച ഈ ഭരണകർത്താക്കളെ തന്നെയാണ്. അത് ഒളിച്ചു വെക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നമ്മൾക്കറിയാം, ഏതൊക്കെ സംഘ BJP അതല്ലെങ്കിൽ ചാണകം എന്തൊക്കെ പറഞ്ഞും ആക്ഷേപിച്ചാലും അത് ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യുമെന്നുള്ളത് നമ്മൾക്കറിയാം. ഇത്തരത്തിൽ ഈ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ അകറ്റി നിർത്തുക വഴി ഇദ്ദേഹം ഈ ചൈനയിൽ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ചൈനയിലുള്ള ആശയങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് അത് കൃത്യമായിട്ടും വ്യക്തമാക്കുകയല്ല. ഇന്നും ഈ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവാതിരിക്കാനുള്ള ഒരു കാരണം കൂടി എന്താണ് സാർ? അതായത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ പൊതുജനങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇത് ഭരണാധികാരികളെ ബാധിക്കുന്ന കാര്യമല്ല. നോക്കൂ, ഈ ദുരന്തത്തിൽ ഒരു MLA മരിച്ചില്ല, ഒരു MP മരിച്ചില്ല, ഒരു മന്ത്രി മരിച്ചില്ല. എന്തിന്? ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നും മരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സാധാരണക്കാരനാണ് മരിച്ചത്. അപ്പൊ സാധാരണക്കാരൻ മരിച്ചു വീഴുമ്പോൾ അവന്റെ ഭൂമിയും വീടും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെടുമ്പോൾ പൊതുമുതൽ ഇല്ലാതാകുമ്പോൾ ദുരന്തം അനുഭവിക്കുന്നവൻ ഇതിന്റെ വസ്തുതകൾ അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും മലയാളിയുടെ പൊതുസമൂഹം ഈ വസ്തുതകൾ അന്വേഷിക്കണം. മലയാളി പൊതുസമൂഹത്തിന് വേദനയുണ്ട്. അതുകൊണ്ട് അവർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ്, പണം കൊടുക്കാൻ തയ്യാറാണ്, വസ്തുക്കൾ കൊടുക്കാൻ തയ്യാറാണ്, സ്ഥലത്ത് പോയി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ദുരന്തമുഖത്ത് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതിനൊന്നും തയ്യാറാകാത്ത ഇവിടുത്തെ ഭരണകൂടം ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ സന്തതി പരമ്പരകളും ബന്ധുമിത്രാദികളും ഇവിടെ ജീവിക്കണമെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് മുൻകൂട്ടി കാണിച്ചു തന്ന പലതവണ അനുഭവം കൊണ്ട് തന്നെ സത്യമാണ് എന്ന് തെളിയിച്ച വസ്തുതകൾ അത് അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ കാര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ല. അവരെന്തെങ്കിലും ആവശ്യം വരുമ്പോ രക്ഷപ്പെടാനും സുരക്ഷിതമായിട്ടിരിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നാട് വിട്ടേലും പോവാം. പക്ഷേ സ്വന്തം മണ്ണിൽ അധ്വാനിച്ച് പണിയെടുക്കുന്നവരത്തിന് അത് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പൊതുമലയാളിയുടെ പൊതുബോധത്തിലേക്ക് ഈ ശാസ്ത്രീയ സത്യങ്ങൾ എത്താത്തത് കൊണ്ട് പൊതുജനങ്ങൾ ഇപ്പോഴും നിശബ്ദത പാലിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ ഈ നിശബ്ദത നാളെ അവരെ തന്നെ ഉന്മൂലനം ചെയ്യുന്നൊരു ഭീകരമായ അവസ്ഥയിലേക്ക് വരും. ആ കാര്യം വളരെ ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് പൊതുജനങ്ങളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിപ്പോൾ ഈ വസ്തുതകളൊക്കെ തേടിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ചത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന രേഖകൾ തന്നെയാണ്, അല്ലാതെ ഞാൻ സൃഷ്ടിച്ചെടുത്ത ഒരു കാര്യമല്ല. അപ്പൊ ജിയോളജിക്കൽ സർവേ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പലതവണ ഇവിടെ ദുരന്തമുണ്ടായി. അവര് പറഞ്ഞ അതേ സ്ഥലത്ത് ദുരന്തമുണ്ടായി. എന്തിനേറെ മാധവ ഗാഡ്ഗിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ട് അധികം വർഷങ്ങളായില്ലല്ലോ. അദ്ദേഹം അവസാനം പറഞ്ഞല്ലോ, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് അതിവിദൂര ഭാവിയിലല്ല, ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഉടൻ തന്നെ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതേപടി സംഭവിച്ചു. അപ്പോഴും ആ മാധവ ഗാഡ്ഗിലിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരെ ആ സ്ഥലത്തേക്ക് കടത്തി വിടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് പൊതുസമൂഹമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് ശാസ്ത്രജ്ഞന്മാർക്കെതിരെ അല്ല, ഇത് പത്രമാധ്യമങ്ങൾക്കെതിരെ അല്ല, ഇത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിനെതിരെയുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്, കിരാതമായിട്ടുള്ള വെല്ലുവിളിയാണ്, ഭീകരമായിട്ടുള്ള ഭരണകൂട തേർവാഴ്ചയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം, ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ഇപ്പൊ നമ്മൾക്കറിയാം സർ, കഴിഞ്ഞ ദിവസം 1-ാം തീയതി നടന്ന രാജ്യസഭയിൽ നടന്നിട്ടുള്ള ഇപ്പോ ഇടതുപക്ഷ MP-മാർക്ക് കൃത്യമായിട്ടും അമിത്ഷാജി അദ്ദേഹത്തിന്റെ സഹമന്ത്രി കൊടുക്കേണ്ട മറുപടി ആയിരുന്നിട്ട് പോലും അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ഇതിന് സഹമന്ത്രി മറുപടി കൊടുത്താൽ മതി ഈ വിഷയത്തിൽ, പക്ഷെ ഇതിന് ഞാൻ തന്നെ മറുപടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ട്രോളുകാർ വിളിക്കുന്ന ലുട്ടാഫി റഹീമിന്റെയും പൊട്ടാസ് അതല്ലെങ്കിൽ ബ്രിട്ടാസിനും ഒക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. അതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ? അതായത് അദ്ദേഹം പറഞ്ഞു, അതായത് ചോദ്യം കേട്ടു പറഞ്ഞോളൂ. ഞാൻ പറയേണ്ട കാര്യമല്ല ഇത്, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. കാരണം ഈ വിഷയം രാജ്യസഭയില് ലോകസഭയില് ഉന്നയിച്ചുകൊണ്ട്
കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. രണ്ടാമത്തേത്, ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ ദുരന്ത ഭൂമിയിലേക്ക് പോയി അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം ചെയ്യുന്നതിന് പകരം പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ഭരണകൂടത്തിനെതിരെ അതിനെ തിരിച്ചുവിടാനുള്ള ഗൂഢ നീക്കം നടത്തിയത് കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ നുണ പറയുന്നത് കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത് എന്ന് അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏതൊക്കെ തീയതികളിലാണ് ഞാൻ ഈ ഉത്തരവ് ഞാൻ ഈ മുന്നറിയിപ്പ് കേരളത്തിന് കൊടുത്തത്. ആ പറഞ്ഞ തീയതികളിൽ ഞാൻ അയച്ച മുന്നറിയിപ്പുകൾ നിഷ്കരുണം തിരസ്കരിക്കുകയോ കണ്ടില്ല എന്ന് നടിക്കുകയോ ആണ് കേരള ഗവൺമെന്റ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും സംഭവം നടക്കുന്നതിന്റെ കൃത്യം 16 മണിക്കൂർ മുമ്പ് ഈ ദുരന്തത്തിന്റെ സാധ്യതയുണ്ട്, അവിടെയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാൻ കേരള ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ കേരള ഗവൺമെന്റിനെതിരെയാണ് നിങ്ങൾ നിങ്ങളുടെ രോഷം പ്രകടിപ്പിക്കേണ്ടത്. മുന്നറിയിപ്പ് കൊടുക്കുകയും അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയും മാത്രമല്ല ദുരിതാശ്വാസ മേഖലയിൽ അടിയന്തരമായി ഇടപെടേണ്ട രക്ഷാസേന അംഗങ്ങളെ ആദ്യഘട്ടമായി 9 പേരെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് അല്ല കുറ്റക്കാർ. മാത്രമല്ല ഇന്നിപ്പോ നമുക്ക് കാണാമല്ലോ, ബെയിലി പാലം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് പണിതീർത്ത് വളരെ വലിയ 100 കണക്കിന് രക്ഷാസേനാംഗങ്ങളെ സംഭവ സ്ഥലത്തേക്ക് അയച്ച് അവിടെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിനെ ഇറക്കി അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ ഇവിടെ ഒളിഞ്ഞു വീഴുന്ന ഒരു പൊയ്മുഖമുണ്ട്. അതായത് പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ കോടാനുകോടി രൂപ കൊടുത്തുകൊണ്ട് ഇവിടെ നിലനിർത്തുമ്പോൾ പലരും ചോദിച്ചിരുന്നു എന്തിനാണ് ഈ ഹെലികോപ്റ്റർ. അന്ന് പിണറായി അടക്കം ഇവിടുത്തെ സഖാക്കന്മാര് പറഞ്ഞ മറുപടി, ഇതുപോലെയൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തണമെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തണമെങ്കിലും ഒരു ഹെലികോപ്റ്റർ വേണ്ടേ. എന്നിട്ട് എവിടെ പോയി പിണറായിയുടെ ഹെലികോപ്റ്റർ? എവിടെ പോയി പിണറായി? ഇവർ രണ്ടുപേരും ഉണ്ടായില്ല. കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ല, മറിച്ച് വായുസേനയുടെ ഹെലികോപ്റ്റർ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ചർച്ചാ വിഷയമാകില്ലേ? ഇതൊക്കെ ചർച്ചാ വിഷയമാകണം. അതുകൊണ്ടാണ് കൃത്യമായിട്ടും അമിത്ഷാ ഈ വസ്തുതകൾ പാർലമെന്റിൽ പറയേണ്ടി വന്നത്. പക്ഷേ സത്യം എത്ര സത്യമായിട്ട് പറഞ്ഞാലും ഇവിടെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ അതിനെ മറികടക്കാനുള്ള സഖാക്കന്മാരുടെയും പാർട്ടിയുടെയും ഇവിടുത്തെ അവരുടെ പിണിയാളുകളായ മാധ്യമങ്ങളുടെയും സംവിധാനങ്ങളുടെയും അഹങ്കാരത്തിലാണ് ഇന്നും പിണറായി വിജയൻ ഈ സത്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, പാർലമെന്റിൽ അമിത്ഷാ തന്നെ ഈ കാര്യത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകിയതോടുകൂടി കണ്ണുള്ളവർക്കും കാതുള്ളവർക്കും വസ്തുതകൾ ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം സാർ, ദുരന്തത്തിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഈ ദുരന്തത്തിൽ ഇനിയും ജീവനുള്ള ശ്വാസം വലിക്കുന്ന കുഞ്ഞുങ്ങൾ മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് നമ്മുടെ ശാസ്ത്രത്തിന്റെ പുരോഗതിയിലൂടെ കണ്ടെത്തിക്കൊണ്ട് ഇന്നിപ്പോൾ അവിടെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അത് ഒരു പക്ഷെ മൃഗമായിരിക്കാം, അതല്ലെങ്കിൽ മനുഷ്യ ജന്മങ്ങളായിരിക്കാം. ആരായാലും ഒരു ജീവനായതുകൊണ്ട് തന്നെ രാത്രി വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊരു പൊതു തത്വം പോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയം കളിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയം വ്യത്യസ്തമായി പറയുക തന്നെ വേണ്ട സർ? അല്ല, ഇവിടെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ പ്രതിപക്ഷം പാർലമെന്റിൽ പയറ്റിയത്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സന്നാഹങ്ങളോടും കൂടി ഞങ്ങളെ രക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങളും നിങ്ങളും എന്ന വ്യത്യാസം വേണ്ട എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ പരാജയം, ഈ ക്രൈസിസ് മാനേജ്മെന്റിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിലും ഉണ്ടായ പരാജയം മൂടിവെക്കാൻ വേണ്ടി പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ പച്ചയായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇടത് വലത് മുന്നണികൾ ഇന്ത്യയിൽ പയറ്റിയത്. അവിടെയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായ്ക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വന്നത്. ആഭ്യന്തരമന്ത്രി ഇവരുടെ കള്ളപ്രചരണങ്ങൾക്ക് കൃത്യമായി മറുപടി എണ്ണി പറഞ്ഞപ്പോൾ ഇത് രാഷ്ട്രീയം എന്ന് ആക്ഷേപിക്കുകയും പച്ചയായ രാഷ്ട്രീയം പാർലമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികൾ പയറ്റാൻ ശ്രമിച്ചപ്പോൾ അത് രാഷ്ട്രീയമല്ല എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്താൽ കേരളത്തിലെ ജനങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ല, ഇവിടെ രാഷ്ട്രീയമല്ല പറയേണ്ടത്. അതാണ് കേന്ദ്രം ചെയ്തത്. ഒരു കേന്ദ്രം ഒരു സംസ്ഥാനത്തിന് കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്തു. കര വ്യോമ നാവിക സേനകളെ 3 സേനകളെയും രംഗത്തിറക്കി.
ബെയിലി പാലം പണിതു. അതുപോലെ തന്നെ മറ്റെല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടും കൂടി അവിടെ പറന്നെത്തി നൂറുകണക്കിന് ഭടന്മാർ ഇന്നവിടെ പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര മന്ത്രി സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ ഇവിടുത്തെ മുഖ്യമന്ത്രി പോലും എത്തുന്നതിന് മുൻപ് അവിടെ എത്തി. ആ ജോർജ് കുര്യന്റെ നേതൃത്വത്തില് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ മാതൃകാപരമായി ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തോ? അതായത് കേന്ദ്രം കൊടുത്ത മുന്നറിയിപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയില്ല. ഇത് ഓഖി ദുരന്തത്തിൽ ഉണ്ടായല്ലോ. ഓഖി ദുരന്തത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ മുന്നറിയിപ്പ് കൊടുത്തു. തമിഴ്നാട് മുന്നറിയിപ്പ് പാലിച്ചു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരാൾ പോലും മരിച്ചില്ല. കേരളത്തിൽ ധാരാളം പേര് മരിച്ചു. അപ്പോൾ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. കേന്ദ്രം കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ, അത് ഓഖിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സുനാമിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും കേന്ദ്രത്തിന് പുറംതിരിച്ച് നിൽക്കുക എന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ ജനസംഖ്യ കുറയ്ക്കുന്ന തരത്തിൽ, ഇവിടുത്തെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ ഈ പാർലമെന്റിലും രാഷ്ട്രീയ രംഗത്തും നടത്തുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടിലേക്ക് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ, മുന്നണികൾ ഇനിയെങ്കിലും തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കാണ് നഷ്ടം. ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു നീക്കം നടത്തേണ്ടി വരും, കേരളത്തിനും മലയാളിക്കും രക്ഷപ്പെടണമെങ്കിൽ.